നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാലത്തെ സ്നേഹം അത് മുഴുവനും തകർത്ത് കളയുന്ന ഒറ്റ വാക്ക് ദേഷ്യം കൂടെ അല്ലേ? നമ്മളെ പെട്ടെന്നുണ്ടാകുന്ന ഒരു തരം ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ശൈത്താൻ കയറിയിട്ടുണ്ട്. പിശാച്ച് നമ്മളെ സ്വാധീനിക്കാൻ അല്ലേ? ആ പിശാച്ച് സ്വാധീനിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടെ സംസാരിക്കുമ്പോൾ ഇസ്ലാമിലെ നിയമം എന്താണ്? ഒരു ഖാദി, ഒരു ജഡ്ജ്, അദ്ദേഹം വിധി പറയുമ്പോൾ ദേഷ്യത്തോടു കൂടെ വിധി പറയരുത് എന്നാണ്. എന്തുകൊണ്ട്? ദേഷ്യത്തോടു കൂടെ വിധി പറയാൻ വേണ്ടി വെച്ചാൽ ചിലപ്പോ അദ്ദേഹത്തിന്റെ ആ രക്തം ചൂടായി പിശാച്ച് സ്വാധീനിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് വിധി പറഞ്ഞാൽ അത് പിന്നെ സഹിക്കാൻ പറ്റാത്തതായിട്ട്. അതുകൊണ്ട് ഇപ്പൊ ഭൗതിക കോടതിയൊക്കെ അങ്ങനെയാണോ? നമ്മളെ നാട്ടിലെ കോടതിയിലൊക്കെ കേസ് കണ്ടിട്ടില്ലെങ്കിൽ 31-ാം തീയതി വാദം പൂർത്തിയാക്കി വിധി പറയാൻ 15-ാം തീയതിക്ക് മാറ്റിവെച്ചു. എന്താ ഇന്ന് തന്നെയാണ് പറഞ്ഞൂടെ? എന്തിനാ 15-ാം തീയതിക്ക് വെച്ചത്? ഒരു വീണ്ടും വിചാരം. 2 അഡ്വക്കറ്റുമാരും അപ്പുറം ഇട്ടിട്ട് ആ കുരുക്കിയ സംഘത്തെ അങ്ങനത്തെ വിധി പറയാൻ പറ്റില്ല. ഒരു കേൾവി ശറഇൽ വലിയൊരു നിയമമാണ്. ദേഷ്യപ്പെട്ട സമയത്ത് വിധി പറയരുത്. ഭാര്യയും ഭർത്താവും നല്ല സന്തോഷത്തിൽ കഴിയാണ്, അതിൻ്റെ ഇടക്കാണ് ഇയാൾക്ക് ദേഷ്യം പിടിച്ചത്. മൂപ്പരിപ്പോൾ വല്യപ്പേക്കണ 65 വയസ്സായി, പെണ്ണുങ്ങൾക്ക് 58 ആയി. ദേഷ്യമാണ് പിടിച്ചു കണ്ട അതിൻ്റെ 68 ചെല്ലിയാണ്. എത്ര ചെല്ലി? 68 ചെല്ലി. വൈകുന്നേരമായപ്പോൾ ഒരു ചെറിയ കാറ്റും ഒരു ഒയന്ന മഴയും. അപ്പോഴാണ് ഈ ചെല്ലിയത് എന്താന്ന് ആലോചന വരുന്നത്. പള്ളിക്കല ഇമാമിനോട് പോയിട്ട് പറഞ്ഞു ഇങ്ങനൊരു അബദ്ധം പറ്റിക്കണെന്ന്. അപ്പം ഇമാമ് പറഞ്ഞു യാതൊരു രക്ഷയില്ല, നിങ്ങൾക്ക് തമ്മിൽ കണ്ടുമുട്ടാൻ പറ്റൂല. അപ്പം ഞാൻ ഖത്തീബിനോട് ചോദിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഖത്തീബിൻ്റെ അടുത്ത് പോയപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ പഠിച്ച കിതാബിലൊന്നും ഇനി പരിഹാരമില്ല, കാളിയാരുടെ അടുത്ത് പോയി നോക്കിയാണ്. കാളിയാരോട് പോയിട്ട് ഇയാൾ പറഞ്ഞു എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റി. എൻ്റെ ഞാനിങ്ങനൊരു തലാഖിൻ്റെ വാക്ക് പറഞ്ഞു. എന്നാ ഇപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അല്ല അങ്ങനെയല്ല കാളിയാരെ, ഞാൻ അങ്ങനെ ചെല്ലിയതല്ല. പിന്നെ എങ്ങനെയാ ചെല്ലിയത് ചോദിച്ചു. ഞാൻ ദേഷ്യപ്പെട്ട് ചെല്ലിയതാണ്. അല്ലാതെ പിന്നെ എൻ്റെ കരളയാർന്ന് കെട്ടിപ്പിടിച്ച് കണ്ടല്ലോ തലാഖല്ലേ. തലാഖ് ചെല്ലി ദേഷ്യപ്പെട്ട് കണ്ടല്ലേ. ഏത് ഷറയിലും ഏത് മദ്ഹബിലും തൊലാക്ക് 3 ഉള്ളൂ. നിങ്ങൾ 68 ചെല്ലിക്കണം. ഒറ്റ വാക്ക് കണ്ടോ നിങ്ങൾ? ഒരൊറ്റ വാക്ക് ദേഷ്യപ്പെട്ടാണ് പറയുന്നതോടുകൂടെ ഭാര്യയും ഭർത്താവും ഇണകളല്ലാതായി. നമ്മുടെ പെരുമാറ്റ ശാസ്ത്രത്തിൽ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എൻ്റെ ഭർത്താവ് എന്നോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയല്ലോ, എൻ്റെ ഭാര്യ എന്നോട് അങ്ങനെ പറഞ്ഞു പോയല്ലോ. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും, നമ്മുടെ പെരുമാറ്റത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ഇന്ന് ഒട്ടേറെ പ്രശ്നങ്ങൾ, കൂറുകാർ നമ്മൾ പിരിയുന്നത്, നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ തെന്നിപ്പിരിയുന്നത്, ഒട്ടേറെ കേസുകളിലൊക്കെ അടിസ്ഥാനപരമായ കാര്യത്തിലേക്ക് കടന്നു ചെന്നാൽ നമ്മളുടെ ക്ഷമയില്ലാതെ സംഭവിച്ചിരിക്കുന്ന വാക്കുകളായിരിക്കും. ഇവിടെ നമ്മൾ ഓർക്കണം, അഖ്ലാഖുദ്ദീൻ, പെരുമാറ്റ ശാസ്ത്രം എന്നൊരു വിഷയം ഇസ്ലാമിലുണ്ട്. അതിൽപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുതേ. ഒറ്റ ദേഷ്യം മതിയല്ലോ കിണറ്റിൽ ചാടാൻ അല്ലേ? കിണറ്റിലേക്ക് ഒറ്റ ചാട്ടം ദേഷ്യം പിടിച്ചത്. ഇനി കിണറ്റിൽ നിന്ന് കയറണമെങ്കിൽ എത്ര ദേഷ്യം വേണ്ടി വരും അല്ലേ? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ദേഷ്യം വന്നാൽ, ഇരിക്കുന്ന ആൾക്ക് ദേഷ്യം വന്നാൽ കിടക്കുക, അതാ വേണ്ടത്. നിൽക്കുന്ന ആൾക്ക് ദേഷ്യം വന്നാൽ അയാൾ ഇരിക്കുക. ദേഷ്യം നിങ്ങളെ പിടികൂടിയാൽ പോയിട്ടൊരു ഒതു കൊടുക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒട്ടേറെ വാക്കുകളുണ്ട്. അതേ സമയത്ത് ഭാര്യക്കും ദേഷ്യം വന്നു, ഭർത്താവിനും ദേഷ്യം വന്നു, മാപ്പാക്കും ദേഷ്യം വന്നു, മകനും ദേഷ്യം വന്നു അല്ലേ, ഡ്രൈവർക്കും ദേഷ്യം വന്നു, മുതലാളിക്കും ദേഷ്യം വന്നു. രണ്ടാക്കും ഒരേപോലെ ദേഷ്യം പിടികൂടിയാൽ പിന്നെ എവിടെ എത്തിപ്പോകും? ഞാനൊരു കാറിൽ യാത്ര ചെയ്യാം. അപ്പം മുതലാളി തന്നെയാണ് വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അയാൾ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടക്ക് ഭാര്യയും ഇയാളുമായിട്ട് പറഞ്ഞു തെറ്റി. രണ്ടാളും തമ്മിൽ വാക്കായി. ഇയാള് പിന്നെ ഫോണിൽ ഒട്ടേറെ സംസാരം, അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചൊന്നും ഇങ്ങോട്ട് പറയുന്നില്ല. ഇയാളെ ആ ദേഷ്യപ്പെട്ട സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം ഭാര്യ തിരിച്ച് അയാളോട് ചോദിക്കണ്ടേ, അല്ല നിങ്ങൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണോ
നിങ്ങൾ പറയണ സംസാരങ്ങളൊക്കെ ഒരു പടപട എന്തൊക്കെയോ ആണ് കേൾക്കണത്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. നിങ്ങൾ പൊക്കിനോടത്ത് റേഞ്ചില്ലേ എന്ന് ചോദിച്ചോളൂ. അതാണ് ഒരു പെൺകുട്ടി, അതാണ് ഒരു പെണ്ണ്. മൂപ്പര് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പറഞ്ഞതൊക്കെ അവിടെ സഹിച്ചിട്ട് ഓളിങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, എന്ത് നിങ്ങൾ റേഞ്ചില്ലാത്ത സ്ഥലത്താണോ, ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാകണില്ലല്ലോ എന്ന് ചോദിച്ചു. കണ്ടോ, ഒരാൾക്ക് ദേഷ്യം വന്നാൽ മറ്റേ ആൾ സഹിക്കുക, ഒരാൾക്ക് ദേഷ്യം വന്നാൽ മറ്റേ ആൾ ക്ഷമിക്കുക. പെരുമാറ്റശാസ്ത്രത്തിൽ അതാണ്, പെരുമാറ്റശാസ്ത്രത്തിൽ അതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് പായസം കൊണ്ടുവന്ന പ്ലേറ്റ് ഒരൊറ്റ തട്ട് തട്ടിയിട്ട് 2 കഷ്ണമാറ്റി പിളരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലത്ത് വീണിരിക്കുന്ന ഭക്ഷണം വാരി ആ പൊട്ടിയ പ്ലേറ്റ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിലേക്ക് വെക്കുന്ന രംഗം ഓർത്തു നോക്കൂ നിങ്ങൾ. ഇബ്ലീസ് ആരെയാണോ കയറി പിടികൂടിയതെന്നറിയില്ല. അപ്പൊ മറ്റേയാളും അതേപോലെ ദേഷ്യപ്പെടലല്ല. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പെരുമാറ്റശാസ്ത്രത്തിൽ ഒരാൾ സഹിക്കണം, ഒരാൾ ക്ഷമിക്കണം. പ്ലേറ്റ് അല്ലല്ലോ അല്ലേ, ബക്കറ്റാ കൊടുത്തയച്ചിരിക്കുന്നത്, പൊട്ടിച്ചാൻ പറ്റിയതല്ല. ഇരിക്കട്ടെ, അല്ലാഹു തആല ഖൈറ് തരട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ നമ്മൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ ഇപ്പം ഞാൻ വന്നു നോക്കുമ്പോൾ സാധാരണ വയൽ പറയണാക്കാണ് എന്തായാലും കുടിക്കാനും മറ്റുമൊക്കെ കൊടുക്കൽ. ഇവിടെ നോക്കുമ്പോൾ കേൾക്കണം എങ്ങക്കാണൊക്കെ കിട്ടുന്നത്. ഇപ്പം ക്ഷീണം മുഴുവൻ പറഞ്ഞ എനിക്കല്ല, കേട്ട എങ്ങക്കാണ്. ആയിക്കോട്ടെ, അല്ലാഹു ആഫിയത്ത് തരട്ടെ. മാറ്റം വരുത്തേണ്ടത് ചെറിയ കുട്ടികളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് പരിവർത്തിപ്പിച്ചു കൊണ്ടുവരലല്ലാതെ. ഞാൻ പറയുന്നത് കുടുംബങ്ങളൊക്കെ കലഹം. ഓ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ, സഹോദരിമാരെ, ജ്യേഷ്ഠനുജന്മാരെ, അയൽവാസികളെ, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിനും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനുമൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടണ്ടേ? തമ്മിൽ ദേഷ്യപ്പെട്ട് പിണങ്ങി, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണങ്ങി, ആ പിണക്കത്തിൽ 2 പേരും തെറ്റുകാരാണെങ്കിൽ 2 ആളെ ദുആക്കും ഉത്തരമില്ലല്ലോ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി 2 ആളും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലെങ്കിൽ 2 ആളെ ദുആക്കും ഉത്തരമില്ലല്ലോ. തൊഴിലാളിയും മുതലാളിയും തമ്മിൽ പിണങ്ങി 2 ആളും വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലെങ്കിൽ 2 ആളെ ദുആക്കും ഉത്തരമില്ലല്ലോ. ഇവിടെയാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, ഇവിടെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം ലഭിക്കാത്ത വിധം നോക്കൂ നിങ്ങൾ. മനുഷ്യ സഹജമായി ദേഷ്യം വരാം, പിണങ്ങാം. പക്ഷെ എന്തു വേണം? എപ്പോഴും ഒരു വിഷയത്തിൽ ഒരു വീണ്ടു വിചാരം, നമുക്കൊരു വീണ്ടു വിചാരം, അതാണ് അവിടെ ഓർമ്മപ്പെടുത്തേണ്ടത്. ഒരാൾ കുറച്ച് സഹിക്കുക, ഒരാൾ മറക്കുക, ഒരാൾ പൊറുക്കുക, അവിടെയാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. ഒരു വാപ്പാക്ക് ദേഷ്യം പിടിച്ചു മകനോട്. ദേഷ്യപ്പെട്ട് വാപ്പ മകനെ ചീത്ത പറഞ്ഞ കൂട്ടത്തിൽ കുറച്ച് ഓവറായിപ്പോയി. എന്താ പറഞ്ഞത്? പറഞ്ഞ് വാപ്പ പറഞ്ഞു, എടാ ഹമുക്കെ, ഇജിന്റെ മകനല്ലടാ. അത് മകന് സഹിക്കാൻ കഴിഞ്ഞില്ല. മോൻ എന്ത് ചെയ്തു? ഓൻ വീട്ടിൻ്റെ അകത്ത് കയറി ഓൻ്റെ ഫാൻറ്റും കുപ്പായൊക്കെ എടുത്തിട്ട് വേഗം ഒരു സൂട്ട് കേസിൽ വെച്ചിട്ട് ഓൻ പുറത്ത് മിറ്റത്തിറങ്ങി. വാപ്പാൻ്റെ പേര് ബിച്ചമ്മദ്ക്കാന്നാ. എന്നാൽ പിന്നെ ബിച്ചമ്മദ്ക്കാൻ ഞാൻ പോട്ടെ എന്ന് വെച്ചു. ആ പോക്ക് പോയിട്ട് 44 വർഷമായി. അവൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു ഒരു മൂസബാക്കവി, എൻ്റെ കൂടെ പഠിച്ചിരുന്നു അയാൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ അയാളോട് ചോദിച്ചു, അനുജനെ പറ്റി വല്ല വിവരമുണ്ടോ? ഒരു വിവരമില്ല. എന്തുകൊണ്ട്? വാപ്പ ചീത്ത പറഞ്ഞപ്പോൾ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞത് സഹിക്കാൻ ആർക്ക് പറ്റിയില്ല? മകന് പറ്റിയില്ല. പിന്നെ വാപ്പാക്ക് ഖേദായി. അവിടെ അന്വേഷിച്ചു, ഇവിടെ അന്വേഷിച്ചു, വിജയവാഡ അന്വേഷിച്ചു, വിശാഖപട്ടണത്തെ അന്വേഷിച്ചു. എവിടെ അന്വേഷിച്ചിട്ട് എന്താ? ആളെപ്പറ്റി പിന്നെ ഒരു പിടുത്തോ. 44 കൊല്ലമായി ഒരു വിവരമല്ല. ഓ പ്രിയപ്പെട്ടവരെ, ഇതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ദേഷ്യപ്പെടുമ്പോൾ സഹിക്കണം, സംസാരിക്കല്ലേ. ദേഷ്യപ്പെടുമ്പോൾ വിധി പറയല്ലേ. ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുതേ. അഖ്ലാഖുദ്ദീൻ, പെരുമാറ്റശാസ്ത്രം. നീണ്ട കാലത്തെ സ്നേഹബന്ധത്തിൽ പോരുന്ന മുതലാളിയും തൊഴിലാളിയും, നീണ്ട കാലത്തെ ശിഷ്യബന്ധത്തിൽ നിൽക്കുന്ന ഗുരുവും ശിഷ്യനും, നീണ്ട കാലത്തെ കുടുംബ ബന്ധത്തിൽ നിൽക്കുന്ന ഭാര്യയും ഭർത്താവും, നീണ്ട കാലത്തെ സ്നേഹബന്ധത്തിൽ കഴിയുന്ന, സൗഹാർദ്ദത്തിൽ കഴിയുന്ന അയൽവാസിയും, ഒരുപാട് കാലമായി ഒരുമിച്ച് നിൽക്കുന്ന കൂറുകച്ചവടക്കാരും, എല്ലാവരും തമ്മിൽ പിണങ്ങാൻ ഇടവരുന്നത് ഒരു നിമിഷ സമയത്തുള്ള അശ്രദ്ധയാണ്, ഒരു നിമിഷ സമയത്തുള്ള പെട്ടെന്നുള്ള എടുത്തുചാട്ടമാണ്.
ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പെരുമാറ്റ ശാസ്ത്രത്തിൽ കാണാം. സഹിക്കണം നമ്മൾ, മറക്കണം നമ്മൾ, പൊറുക്കണം നമ്മൾ. ഓർത്തു നോക്കൂ, അള്ളാഹുവാണ് ഉടമസ്ഥൻ. നമ്മൾ ഈ ദേഷ്യമൊക്കെ പടച്ചോൻ ഉണ്ടാകുകയാണെങ്കിൽ എന്തേക്കാരം സ്ഥിതി? നമ്മളിപ്പോ തമ്മിൽ കാണിക്കുന്ന ഈ അക്രമം, നമ്മൾ ഈ തമ്മിൽ കാണിക്കുന്ന ഈ ദേഷ്യം, ഇതൊക്കെ പടച്ചോന് നമ്മളോടുണ്ടെങ്കിൽ ജീവനുള്ള ആരെങ്കിലും ഇവിടെ ബാക്കിയുണ്ടാവും? നമ്മൾ ഓരോരുത്തരടുത്തും എന്തൊക്കെ അബദ്ധങ്ങളാണ് പറ്റുന്നത്, എന്തൊക്കെ തെറ്റുകളാണ് പറ്റുന്നത്, അള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ അള്ളാഹു തആല ഓർമ്മപ്പെടുന്നത് നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ ഉണർത്തി കൊടുക്കുന്ന നബിയെ, അള്ളാഹുവിനെ പറ്റി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. നബ്ബി ഇബാദി, എൻ്റെ അടിമകളോട് പറയണം നബിയെ, അന്നീ അനൽ ഗഫൂറുർ റഹീം. ബക്കറ്റ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി? സ്ത്രീകളെ ഭാഗത്തേക്ക്. അല്ലാഹു റബ്ബി, സ്ത്രീകളൊക്കെ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. നല്ല ഉറൂസ് മുബാറക്ക് നടക്കുമ്പോൾ നമ്മുടെ കമ്മിറ്റിക്കാർക്ക് ഒരു സന്തോഷമാകണമെങ്കിൽ, അതായത് നടത്തിപ്പുകാർക്ക് ഈ കൊല്ലം നടത്തിയിട്ട് വല്ലതും 10 രൂപ മിച്ചം വരണം. അപ്പോഴാണ് അടുത്ത കൊല്ലം, കഴിഞ്ഞ കൊല്ലം കുറച്ച് മെച്ചാന്നാണ് തോന്നുന്നത്, അതാ ഇക്കൊല്ലം 8 ദിവസത്തെ വാങ്ങി വെച്ചത്. കഴിഞ്ഞ വർഷം എത്ര ദിവസമുള്ളൂ? 4 ദിവസമുള്ളൂ. 5-ാമത്തെ ദിവസം സമാപനമാണ്. ഈ പ്രാവശ്യം 8 ദിവസം വെച്ചതുകൊണ്ടാണ്. കഴിഞ്ഞ കൊല്ലം കുറച്ച് മെച്ചമായതുകൊണ്ടാണ്. 2 നിലക്ക് മെച്ചം വേണം. ഒന്ന്, സഭകളിലൊക്കെ ആളുകൾ കേട്ട് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊണ്ട് സംഭാവനയും കാര്യങ്ങളൊക്കെ കിട്ടി, എല്ലാം കൊണ്ടും മെച്ചം വേണം. അള്ളാഹു തആല നമ്മളെ എല്ലാ സഹോദരിമാർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഈ സഭയിലിരിക്കുന്ന എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സൃഷ്ടികളായ നമ്മളിൽ, വിശ്വാസികളായ നമ്മളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ, നമ്മളിൽ സംഭവിക്കുന്ന പാകപ്പിഴവുകൾ, നമ്മളിൽ സംഭവിക്കുന്ന പോരായ്മകൾ, നമ്മളിൽ ഉണ്ടായിക്കൊടുക്കുന്ന എടുത്തുചാട്ടങ്ങൾ, യാ റബ്ബ്, ഇതൊക്കെ അല്ലാഹു തആല നബ്ബി ഇബാദി, എൻ്റെ അടിമകളോട് നിങ്ങൾ കൊടുക്കണം. അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റത്തെ മാപ്പ് നൽകുന്നവനും അങ്ങേയറ്റത്തെ കൃപ ചെയ്യുന്നവനുമാണ്. അള്ളാഹുവിൻ്റെ ഓർഡർ അതാ. നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞവനൊക്കെ അല്ലാഹു തആല ഏത് കൊടുക്കാണ്? ഭക്ഷണം കൊടുക്കാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്നവനുണ്ട്, ഓനിക്കും ഭക്ഷണം. അള്ളാഹിനെ ധിക്കരിക്കുന്നവരുണ്ട്, ഓനിക്കും വായു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വക വിഷയങ്ങളൊന്നുമില്ലല്ലോ. അള്ളാഹു തആല എന്താ ചെയ്യണത്? എല്ലാറ്റിലും ഒരു മറവി, ഒരു പൊരുത്തപ്പെട്ടു കൊടുക്കൽ, ഒരു അഫൂ ചെയ്തു കൊടുക്കൽ, അതല്ലേ അള്ളാഹു തആല ചെയ്യണത്. നമ്മൾ എന്തിനാ തമ്മിൽ ഇത്ര വാശി? കുടുംബക്കാർ തമ്മിലാണ് തെറ്റിയതെങ്കിൽ എത്ര മദ്യം പറഞ്ഞാലും നന്നാവില്ല. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണങ്ങി നോക്കുമ്പോൾ എത്ര പറഞ്ഞിട്ട് ഇവരനുസരിക്കുന്നില്ല. ചില ഭാര്യ ഭർത്താക്കളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഒരു കുട്ടിയായി അല്ലെങ്കിൽ 2 കുട്ടിയായി, ചിലപ്പോൾ 3 കുട്ടികളായി, എന്തെങ്കിലുമൊക്കെ അബദ്ധം ഭാര്യയിൽ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു അബദ്ധം ഭർത്താവിൽ സംഭവിച്ചു, അതിന് ഇത്രയൊക്കെ പിടിവാശി വേണോ? അതിന് ഇത്രയൊക്കെ ദുർവാശി വേണോ? നിസാര കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്, ഗർഭകാലത്ത് പോലും ഭാര്യയുമായി പിണങ്ങി നിൽക്കുന്ന ഭർത്താക്കളുണ്ട്. ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഗർഭകാലത്ത് നല്ല ആശ്വാസം കൊടുക്കണം, നല്ല സമാധാനം കൊടുക്കണം, നല്ല സന്തോഷം കൊടുക്കണം, നല്ല വിഭവസമൃദ്ധമായ പോഷകാഹാരം കൊടുക്കണം. അങ്ങനെ അവളെ നല്ല പോലെ സന്തോഷിപ്പിക്കണം. അപ്പോഴാണ് ഗർഭത്തിലിരിക്കുന്ന കുട്ടി ആരോഗ്യവാനാകുക, ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് ബുദ്ധിശക്തി ഉണ്ടാകുക, ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് നല്ല മെമ്മറി പവർ ഉണ്ടാകുക. ഗർഭത്തിലിരിക്കുന്ന കുട്ടി നമുക്ക് ഉപകരിക്കുന്ന മോനാകണോ, ഉപകരിക്കുന്ന മോളാവണോ? നല്ല ബുദ്ധി, നല്ല തൻ്റെ ഇടം, നല്ല മെമ്മറി പവർ, ഇതൊക്കെ കുട്ടികൾക്കുണ്ടാകണി. ഉമ്മാന്റെ മനസ്സ് നല്ല ശാന്തമാവണം. ഗർഭകാലത്ത് സ്ത്രീകൾക്ക് നല്ല സംരക്ഷണം കൊടുക്കണം, നല്ല സമാധാനം കൊടുക്കണം, കൂടുതൽ സ്നേഹം കൊടുക്കണം. അവർക്ക് കൊടുക്കേണ്ട ആഹാരങ്ങളൊക്കെ കുറച്ചുകൂടി പോഷകാഹാരങ്ങൾ കൊടുക്കണം. അപ്പോ ഉമ്മ നല്ല ആഹാരം കഴിച്ചാൽ, നല്ല സ്വഭാവമായാൽ, നല്ല മനസ്സമാധാനം ഉണ്ടായാൽ, അതിൽ പ്രസവിക്കുന്ന മക്കൾക്ക് അത്ര നല്ല സ്വഭാവം ഉണ്ടാകും, അത്ര നല്ല ബുദ്ധി വൈഭവം ഉണ്ടാകും, അത്ര നല്ല മെമ്മറി പവർ ഉണ്ടാകും. ഇപ്പൊ നമ്മളെ ഈ പെരുമാറ്റത്തിൽ വരുന്ന, സംസാരത്തിൽ വരുന്ന ചില അബദ്ധങ്ങൾ, ചില വീടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഒരു കുട്ടി, മൂത്ത കുട്ടി എത്ര വയസ്സായി? 3.5 വയസ്സ്. ആ ഉമ്മ 2ാമതൊരു കുട്ടിയെ പ്രസവിച്ചു, അല്ലേ? ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ചില കുട്ടികൾ
മുതിർന്ന കുട്ടി, ആദ്യം പ്രസവിച്ചിരിക്കുന്ന കുട്ടി 3 വയസ്സ് 3.5 വയസ്സൊക്കെ ആയ കുട്ടി എന്ത് ചെയ്യും? രണ്ടാമത്തെ കുട്ടിയെ നല്ലപോലെ ഓമനിക്കും, താലോലിക്കും, സന്തോഷിപ്പിക്കും അല്ലേ? ചില കുട്ടികൾ ചാൻസ് കിട്ടിയാൽ വികൃതി കാണിക്കും. ചില കുട്ടികൾ ചാൻസ് കിട്ടിയാൽ മറ്റേ കുട്ടി എന്താക്കും? വികൃതി കാണിക്കും. ആണോ അല്ലേ? ഇതെങ്ങനെ സംഭവിക്കുന്നു? മനഃശാസ്ത്രജ്ഞനോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെ ചില പെരുമാറ്റത്തിൽ വന്ന അബദ്ധമാണ്. എന്താണത്? ഒരു കുട്ടി, ഒറ്റ കുട്ടിയാകുമ്പോൾ ആ കുട്ടിക്കെല്ലാ സ്നേഹം. വാപ്പ മിഠായി കൊണ്ടുവന്നാൽ ഈ കുട്ടിയുടെ കയ്യിൽ, വാപ്പ കളർ പെൻസിൽ വന്നാൽ കുട്ടിയുടെ കയ്യിൽ, വാപ്പ എന്തെങ്കിലും കളിക്കോപ്പ് കൊണ്ടുവന്നാൽ കുട്ടിയുടെ കയ്യിൽ. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ ഗർഭം. ആ രണ്ടാമത്തെ ഗർഭം ഇങ്ങനെ പ്രസവിക്കാനാകുമ്പോൾ വീട്ടിൽ വരുന്ന അമ്മായി, വീട്ടിൽ വരുന്ന ഉമ്മ, വീട്ടിൽ വരുന്ന മറ്റുള്ളവർ, അവരൊക്കെ പറയും ഈ മൂത്ത കുട്ടിയോട്, എൻ്റെ പവർ കഴിഞ്ഞിക്കണേ, നീ ഇനിയിപ്പോൾ അങ്ങനെ കളിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾക്ക് ഇവിടെ വേറെ കുട്ടി വരുന്നുണ്ട്. പറയില്ലേ? അല്ലേ, ഞങ്ങൾക്കിവിടെ വേറെ കുട്ടി വരുന്നുണ്ട്, ഇനി മുട്ടായി കൊന്നാൽ നിന്റെ അടുത്ത് തരൂല, ഓൻ്റെ അടുത്താണ് കൊടുക്കുക. ഇങ്ങനെ എന്ത് ചെയ്യും? ഈ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാണ്. പറയാതെ കുട്ടി പഠിക്കുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ്? എനിക്കൊരു ശത്രു വരുന്നുണ്ട്. നമ്മൾ താലോലിച്ച് പറഞ്ഞതാണ്, നമ്മൾ ഓമനിച്ച് പറഞ്ഞതാണ്. പക്ഷെ പറഞ്ഞ വാക്കൊക്കെ എന്താണ്? പറഞ്ഞ വാക്കൊക്കെ ഇനി നിന്റെ കളിയൊന്നും നടക്കൂല, ഇനി മുട്ടായി കൊണ്ടുവന്നാൽ മറ്റോനിക്കാണ് കൊടുക്കുക, ഇനി ഓമനിക്കൽ മറ്റോരാണ്. അപ്പൊ താലോലിക്കലും ഓമനിക്കലും വാത്സല്യം ബാക്കിയുള്ളതൊക്കെ ആർക്കാണ് കിട്ടാൻ പോകുന്നത്? ഉമ്മയുടെ വയറ്റിൽ പുതിയൊരു കുട്ടി വരുന്നുണ്ട്. ആ കുട്ടി എൻ്റെ എല്ലാ ഗുണങ്ങളും നശിപ്പിക്കും, എൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കും, എനിക്കൊരു ശത്രുവാണ് വരുന്നത്. ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് ഉമ്മാനെ കൊണ്ടുപോയി അല്ലേ? അപ്പൊ തന്നെ ഈ കുട്ടി പിറ്റുന്നത്. രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച് നോക്കുമ്പോൾ പിന്നെ ഇവനെ അടുത്ത് കടത്തുന്നുണ്ടോ? ആദ്യത്തെ കുട്ടിനെ ഇല്ല. ഇവനിക്ക് ഉറപ്പായി ഇന്റെ ശത്രു തന്നെയാണ് ഈ വന്നത് അല്ലേ? അമ്മിഞ്ഞപ്പാലൊക്കെ കിട്ടുന്നത് ആർക്കാണ്? ഇവനിക്കാണ്. ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നത് ഇവനിക്കാണ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുട്ടിയോട്, നിനക്കൊരു ശത്രു വരുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഞമ്മക്ക് ആ ഉദ്ദേശമില്ല, പക്ഷെ കുട്ടിയുടെ മനസ്സിൽ അത് ഉറച്ചു കഴിഞ്ഞു. കുട്ടി ചാൻസ് കിട്ടുമ്പോൾ ഇവരെ കണ്ണിന് മാന്തും. കുട്ടി ചാൻസ് കിട്ടുമ്പോൾ ഈ ചെറിയ കുട്ടിയൊന്നും ഉള്ളൂ. അതേ സമയത്ത് ഉമ്മമാരെന്ത് ചെയ്യണം? ഉമ്മമാർ രണ്ടാമത്തെ കുട്ടിയെ ഗർഭമാകുമ്പോൾ മൂത്ത കുട്ടിയോട് പറയണം, നിനക്കൊരു അനിയൻ വരുന്നുണ്ട്, ആ കുട്ടി നിന്നെ കളിപ്പിക്കും, നിനക്ക് കളിക്കാൻ ഒരാൾ വരുന്നുണ്ട്, നിനക്കൊപ്പം ചിരിക്കാൻ ഒരാൾ വരുന്നുണ്ട്, നിനക്കൊപ്പം സ്കൂളിൽ പോകാൻ ഒരാൾ വരുന്നുണ്ട്, നിനക്കൊരു കൂട്ടുകാരൻ വരുന്നുണ്ട്. അങ്ങനെ ജനിക്കാൻ പോകുന്ന കുട്ടിയെപ്പറ്റി മുതിർന്ന കുട്ടിയോട്, ജനിച്ച കുട്ടിയോട് എന്ത് ചെയ്യണം? ജനിക്കാൻ പോകുന്ന കുട്ടിയെപ്പറ്റി സന്തോഷം പറയണം, ആഹ്ലാദം പറയണം. ആ കുട്ടി നിന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും സന്തോഷം പറയണം. അപ്പോൾ ആ കുട്ടി ജനിച്ചു എന്ന് കേൾക്കുമ്പോൾ കുട്ടിക്ക് വല്ലാത്ത, ഇപ്പം നമ്മുടെയൊക്കെ കീസിൽ നിന്ന് ചിലപ്പോൾ ഭാര്യമാരൊരു 50ൻ്റെ നോട്ടൊക്കെ എടുക്കൂലേ? നിങ്ങളെ കണ്ണും മോറും കണ്ടാൽ എടുത്താൽ കഥ കഴിയണ മട്ടാണ്. ഒരു 50 100 ചിലപ്പോൾ ഭാര്യമാരെന്താക്കും? പോക്കറ്റിൽ നിന്ന് എടുക്കും. എന്തുകൊണ്ട്? നമ്മൾ രാവിലെ വീട് വിട്ട് ഇറങ്ങിപ്പോയി, പിന്നെ വീട്ടിലിങ്ങനെ ബെല്ലടിച്ചിട്ട് എത്തിങ്ങാൻ്റെ പിരിവ്, മറ്റേ പപ്പടം കൊണ്ടുവന്ന ചങ്ങായി, ഇങ്ങനെ പലരും വരുമ്പം 5, 10, 20 ചിലവുണ്ട്. അപ്പം ചിലപ്പോൾ ഭാര്യ എന്താകും? പോക്കറ്റിൽ നിന്ന് ഒരു 50 100 എടുക്കൂലേ? നിങ്ങളതിന് കുഴപ്പമുണ്ടാക്കി? അതൊക്കെ നമ്മളാണ് പൊരുത്തപ്പെട്ട് വെച്ചാൽ മതി. പക്ഷെ പെണ്ണുങ്ങളോടൊരു കാര്യം അവിടെ ഓർമ്മപ്പെടുത്താൻ, എന്താ? കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് പോക്കറ്റിൽ നിന്ന് എടുക്കരുത്. മനസ്സിലായോ? നമ്മൾ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിങ്ങൾ കാണാതെ മെല്ലെ 100 ഉറുപ്പിക എടുക്കുകയാണ്. ഇതാര് കാണുകയാണ്? ഇത് 2 വയസ്സായ കുഞ്ഞ് ചുമലിലിരുന്ന് കാണുകയാണ്. അപ്പം കുട്ടിക്ക് മനസ്സിലായി ഇങ്ങനൊരു ചാൻസ് ഇവിടെ ഉണ്ട്. കുട്ടിയെ കള്ളനാക്കാൻ ഉമ്മ ട്രെയിനിങ് കൊടുക്കരുത്. കുട്ടിയെ കള്ളനാക്കാൻ ഉമ്മ ട്രെയിനിങ് കൊടുക്കരുത്. ഈ ഉമ്മാക്ക് ഈ ഉദ്ദേശമുണ്ടോ? ഇല്ല. പക്ഷെ കുട്ടിയുടെ CC ക്യാമറ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ മക്കൾ കേടുവന്നു, മക്കൾക്ക് കുരുത്തക്കേട്, മക്കൾ ആപത്ത്, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ട്, ഇതൊക്കെ പറയുന്നതിന് മുമ്പ് മക്കളൊന്നും അങ്ങനെ കുഴപ്പക്കാരല്ല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. മക്കളൊക്കെ നല്ല പ്രകൃതിയിലാണ് ജനിക്കുന്നത്. പക്ഷേ നല്ല പ്രകൃതിയിൽ ജനിച്ച മക്കളെ നമ്മളാണ് കൂടെ നിർത്തിക്കൊണ്ട് വേണ്ടത് പഠിപ്പിക്കേണ്ടത്, വേണ്ടത് ഉണർത്തേണ്ടത്. ഇപ്പൊ കുട്ടികൾക്ക് അല്ലാഹു റബ്ബി, ദേശങ്ങളിൽ വെച്ച് ഏറ്റവും വെറുക്കപ്പെട്ട ദേശം ഏതാണ്? ദേശങ്ങളിൽ വെച്ച് വെറുക്കപ്പെട്ട ദേശം ഉപദേശമാണ്. ഇപ്പത്തെ കുട്ടികൾക്ക് ഉപദേശിക്കാൻ നിൽക്കണ്ട. അതേ സമയത്ത് പ്രാക്ടിക്കൽ 2 കൈയും ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്, ഉപ്പാപ്പ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഉമ്മ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ 2 കൈ ഇങ്ങനെ കഴുകി കാണിച്ചു കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ കുട്ടിയും 2 എണ്ണം കഴുകാൻ തുടങ്ങും. നീ 2 കഴുകിയോ, 2 കഴുകണം എന്ന കൽപ്പനയും ഉപദേശത്തെക്കാൾ നല്ലത് കാണിച്ചു കൊടുക്കാൻ. ഇപ്പം ഏതാ? ഡിജിറ്റൽ കാലാണ്.
ഇപ്പൊ നമ്മുടെ സ്കൂളിലും മദ്രസയിലൊക്കെ ഒരു റൂം ഡിജിറ്റലാണ്, ഡിജിറ്റൽ ക്ലാസ് റൂം. ഡിജിറ്റൽ ക്ലാസ് റൂമിൽ എന്താണ് കുട്ടിക്ക് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ, ഒറ്റ മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ കഴിയും. നമ്മൾ നേരത്തെ 10 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചിരുന്നത് ഇപ്പം എന്ത് ചെയ്യും, 1 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചാൽ കഴിയും. ഡിജിറ്റൽ ക്യാമറ, ആ ഡിജിറ്റലിൽ ഇങ്ങനെ അങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടി അപ്പം പഠിക്കും. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അപ്പൊ നമ്മൾ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം കുറച്ച് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്താം. അപ്പൊ നമ്മളെ മക്കളിൽ, അല്ലാതെ മുതിർന്ന തലമുറയുടെ രക്ഷിതാക്കളെ, ഒരു തലമുറയിൽ ജനിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾക്ക് മുഴുവനും അടച്ചാക്ഷേപിച്ചുകൊണ്ട് എല്ലാവരെയും കുറ്റപ്പെടുത്തല്ലേ, മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഒരു മരുന്നുണ്ട്. ആ മരുന്ന് നിങ്ങൾക്ക് നൽകി ഞാൻ ഇന്നത്തെ വേള അവസാനിപ്പിക്കും. എന്താണ് ആ മരുന്ന്? എന്താണ് ആ മരുന്ന്? അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേതാണ്? അത് ഹൃദയം അറിഞ്ഞ പ്രാർത്ഥനയാണ്. ഹൃദയം അറിഞ്ഞ പ്രാർത്ഥന. ആ ഹൃദയം അറിഞ്ഞ ദുആ നടക്കുമ്പോൾ നമ്മളിൽ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ഒരു കണ്ണുനീരുണ്ട്. നമ്മളെ കണ്ണുനീര് വലിയ ഒരു ഔഷധമാണ്. അതിന്റെ ശക്തി എത്രയാണെന്നറിയോ? സുബ്ഹാന ജല്ല ജലാലു. ഇവിടെ എങ്ങാനും ഇപ്പൊ പെട്ടെന്നൊരു തീപിടുത്തുണ്ടായാൽ ഉടനെ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കും. ഫയർഫോഴ്സ് വന്നിട്ട് എന്താക്കും? ഒന്നോറ്റ് തീ കെടുത്താൻ. അല്ലാ, പിടിക്കേണ്ട പോലെയാണ്. തീ പിടിച്ചാൽ ഫയർഫോഴ്സ് പെട്ടെന്നൊന്നും. വിമാനത്തിന് തീ പിടിച്ചപ്പോൾ ഫയർഫോഴ്സ് എത്ര ശ്രമിക്കേണ്ടി വന്നു, എന്നിട്ടും തീ മുഴുവനും ആയിട്ടില്ല. പെട്രോൾ ടാങ്കിന് തീ പിടിച്ചപ്പോൾ ഫയർഫോഴ്സ് എത്ര മെനക്കെടേണ്ടി വന്നു. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, തീ പിടിക്കുന്നതിൽ ഏറ്റവും വലിയ തീയാണ് നരകം. നരകത്തിന്റെ തീ നമ്മുടെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ നരകത്തിന്റെ തീ കെടുത്തിക്കളയുന്ന ഒരു ഫയർഫോഴ്സ് ഉണ്ട്. അതേതാണ്? അത് നിങ്ങളെ കണ്ണിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്ന കണ്ണുനീരാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം ഒരു തുള്ളി കണ്ണുനീര് പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തിയിട്ട് നമ്മളെ കണ്ണിൽ നിന്ന് വീഴുന്നുണ്ടോ? ഇബ്നു അബിദ്ദുനിയ റളിയല്ലാഹു അൻഹു ഒരു കിതാബ് തന്നെ ഉണ്ട്. എന്താണത്? അത് കരച്ചിലും കണ്ണുനീരും എന്നാണ് കിതാബ്. വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നുണ്ട്. ബുകാഉർ റഹ്മ, കാരുണ്യത്തിന്റെ കരച്ചിൽ. ബുകാഉർ റജാ, പ്രതീക്ഷയുടെ കരച്ചിൽ. ബുകാഉൽ ഫറജ്, സന്തോഷത്തിന്റെ കരച്ചിൽ. ബുകാഉൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ കരച്ചിൽ. ബുകാഉൽ മുവാഫഖ, മറ്റുള്ളവരൊക്കെ കരയുമ്പോൾ അതിന്റെ കൂടെ ചേർന്നുകൊണ്ടുള്ള കരച്ചിൽ. അവിടെ ഒരു ആക്ഷേപിക്കപ്പെടുന്ന കരച്ചിലുണ്ട്. ബുകാഉൻ നിഫാഖ്, കാപ്പട്യത്തിന്റെ കരച്ചിൽ. ബുകാഉൽ കദിബ്, കള്ളക്കരച്ചിൽ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും ഒരു ചെറിയ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, തങ്ങളെ മോള് സൈനബുവിന്റെ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണ വാർത്ത കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൈനബുവിനോട് ക്ഷമിക്കാൻ പറയണം, സൈനബുവിനോട് ക്ഷമിക്കാൻ പറയണം. അല്ലാഹു തആല തന്ന കുട്ടിയെ അല്ലാഹു തആല തിരിച്ചെടുത്തതാണ്. ഒരു നിധി ഒരാൾക്ക് സൂക്ഷിക്കാൻ കൊടുത്താൽ സമയമാകുമ്പോൾ തിരിച്ചു വാങ്ങൂലേ? അത് പറഞ്ഞു വന്ന ആളെ റസൂലുള്ളാഹി തിരിച്ചയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബുവിന്റെ വീട്ടിലേക്കാണ് ചെന്നപ്പോൾ മരിച്ചു കിടക്കുന്ന കുട്ടിയെ ഇങ്ങനെ നോക്കിയിട്ട്, ചെറിയ പൈതൽ, ആ കുട്ടി ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നനഞ്ഞുപോയി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരച്ചിൽ കണ്ടപ്പോ കൂടെയുള്ള സ്വഹാബി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ, തങ്ങൾ കരയുകയാണോ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ സയ്യിദേ, ഇത് ബുകാഉർ റഹ്മ, ഇതൊരു കൃപയുടെ കണ്ണുനീരാണ്. ഇതൊരു കൃപയുടെ കണ്ണുനീരാണ്. ഒരു വാപ്പാക്ക മക്കളോട്, ഒരു ഉമ്മാക്ക മക്കളോട്, ഒരു സ്നേഹിക്കുന്ന ആൾക്ക് മറ്റൊരാളോട് ഹൃദയത്തിലുണ്ടാകുന്ന ഒരു കാരുണ്യമുണ്ട്. ആ കാരുണ്യത്തിന്റെ ഭാഗമായി വരുന്ന കണ്ണുനീര് അത് റഹ്മത്തിന്റെ കണ്ണുനീരാണ്. നമ്മളിലേക്ക് അല്ലാഹു തആല റഹ്മത്തിന്റെ, നാം അല്ലാഹുവിൽ എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന റഹ്മത്ത്, അല്ലാഹു എനിക്ക് തന്ന ഗുണം, അതിനെപ്പറ്റി ഇങ്ങനെ ആഴ്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കണ്ണുനീരൊഴുക്കുമ്പോൾ അല്ലാഹു തആലക്ക് നമ്മളോട് റഹ്മത്ത് തോന്നും. അതുകൊണ്ട് നിങ്ങൾ ബുകാഉർ റഹ്മ,
നമ്മുടെ കണ്ണുനീരിന് അള്ളാഹിൻ്റെ അടുത്ത് വലിയ വിലയുണ്ട്. നരകത്തിൻ്റെ തീ കെടുത്താൻ ശക്തിയുള്ള ഫയറാണ് നമ്മുടെ കണ്ണുനീര്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലോ വ്യാപാര സ്ഥലങ്ങളിലോ എവിടെയായാലും നമുക്ക് താങ്ങാനാവാത്ത പ്രശ്നങ്ങൾ വരും. അള്ളാഹുവിന് മുമ്പിൽ കണ്ണീരൊഴുക്കാൻ തയ്യാറാവണം. അതൊരു ഹൃദയത്തിന്റെ വല്ലാത്തൊരു സംഗതിയാണ്, റഹ്മത്തിന്റെ കണ്ണുനീര്. മറ്റൊരു കണ്ണുനീരുണ്ട്, അതേതാണ്? അല്ലാഹു റബ്ബി നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കണ്ണുനീരിന്റെ കഥ പറയുന്ന ഹദീസുകൾ ഇങ്ങനെ നോക്കിയാൽ അല്ലാഹു റബ്ബി മക്കളും കുടുംബങ്ങളും അയൽവാസികളും കൂട്ടുകാരും ഇങ്ങനെയൊക്കെ ആയി നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ ഒരുമിച്ച് നിൽക്കുന്ന സംഭവങ്ങളിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കെന്താണ് ഉണ്ടാകേണ്ടത്? നമ്മളിൽ ചില ആളുകൾക്ക് പരസ്പരം ഉണ്ടാകേണ്ട വല്ലാത്ത ചില സംഗതികൾ ബുകാഉൽ മഹബ്ബ, മഹബ്ബത്തിന്റെ കണ്ണുനീർ എന്ന് പറഞ്ഞുകൊണ്ട്, ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അതേതാണ് മഹബ്ബത്തിന്റെ കണ്ണുനീര്? അത് സ്നേഹം മൂലം ഉണ്ടാകുന്ന കണ്ണുനീരാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ചേർന്ന് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളും ഉമർ ഖത്താബ് തങ്ങളും പോവുകയാണ്. ആരെ വീട്ടിലേക്കാണ് പോകുന്നത്? ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. ആരാണ് ഉമ്മു ഐമൻ? ഉമ്മു ഐമനിൽ ബറക്ക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ പരിപാലനത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന കറുത്ത വർഗക്കാരിയായ അടിമ സ്ത്രീയാണ് ഉമ്മു ഐമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിന ബീബി റളിയല്ലാഹു അൻഹ മുത്ത് നബിയെ പ്രസവിച്ചപ്പോൾ ആ വീട്ടിൽ ശുശ്രൂഷക്ക് ഉമ്മു ഐമനുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വളർന്ന് 25 വയസ്സായി. നബി തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചപ്പോൾ ഖദീജ ബീവിക്ക് വീട്ട് പരിചരണത്തിന് ഉമ്മു ഐമൻ കൂടെയുണ്ട്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മക്കളെ പ്രസവിച്ചപ്പോൾ ആ പ്രസവ ശുശ്രൂഷക്ക് ഉമ്മു ഐമൻ കൂടെയുണ്ട്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ചിട്ട് ഫാത്തിമ ബീബി മക്കളെ പ്രസവിച്ചപ്പോൾ ആ കുട്ടികളെ പ്രസവ ശുശ്രൂഷക്ക് ഉമ്മു ഐമൻ കൂടെയുണ്ട്. ദീർഘകാലം മുത്തുനബിന്റെ വീട്ടിൽ ഉണ്ടായ സഹോദരിയാണ് ഉമ്മു ഐമൻ. മാത്രമല്ല, ആമിന ബീബി റളിയല്ലാഹു അൻഹ 6ാമത്തെ വയസ്സ് റസൂലുള്ളാഹിക്ക് പ്രായമാകുമ്പോൾ ചെറിയ കുട്ടിയുടെ കയ്യും പിടിച്ചിട്ട് മദീനത്തേക്ക് യാത്ര പോവുകയാണ്. ആ പോകുമ്പോൾ ആമിന ബീബിയുടെ കൂടെ പോയ മറ്റൊരു സഹോദരി ഉമ്മു ഐമനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയൊക്കെ കാണിച്ചു കൊടുത്ത് വാപ്പാന്റെ ഖബറൊക്കെ സിയാറത്ത് ചെയ്ത് തിരിച്ചു പോകുന്ന വഴിക്ക് മധ്യേ അബവായിൽ വെച്ചുകൊണ്ട് ഉമ്മ മരണപ്പെട്ടു. ആമിന ബീബി റളിയല്ലാഹു അൻഹ മുത്തു മോനോട് യാത്ര പറഞ്ഞുകൊണ്ട് ആമിന ബീബി യാത്രയായി. 6ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മാന്റെ മരണം ഇങ്ങനെ നേർക്കുനേരെ കാണുകയാണ്. ആ ഉമ്മാനെ ഖബറടക്കുന്നത് മോനിങ്ങനെ നോക്കി നിൽക്കുന്ന വല്ലാത്തൊരു രംഗമാണ്. യാ റബ്ബ്, ഉമ്മയെ ഖബറടക്കം ചെയ്ത ശേഷം പിന്നെ ആരാണ് കൂടെയുള്ളത്? വാപ്പ നേരത്തെ മരിച്ചിട്ടുണ്ട്, അബ്ദുള്ള തങ്ങൾ. ഇപ്പൊ ഉമ്മയും പോയി. ഇനി ആ വഴി മധ്യേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ 6ാമത്തെ വയസ്സിൽ കുട്ടിയെടുത്തുകൊണ്ട് ചുമലിലിട്ടിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ ചുമലിൽ ചുമന്നുകൊണ്ട് മക്കയിലേക്ക് യാത്ര ചെയ്യുന്നത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാണ്. ആ ഉമ്മു ഐമൻ ചരിത്രമുള്ള വനിതയാണ്, ചരിത്രമുള്ള ഉമ്മയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മൻ സറഹു അൻ യൻദുറ ഇല ഇംറഅത്തിൻ തംശി ഇലൽ ജന്ന. സ്വർഗ്ഗത്തിലെ ഹൂറുല്ലീങ്ങളെ നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് കാണണോ? ഹൂറുല്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് കാണണോ? ഉമ്മു ഐമനെ നോക്കിക്കോ, മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനത്തെ ആളാണ് ഉമ്മു ഐമൻ. ആ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ കാണാൻ ഒരിക്കൽ റസൂലുള്ളാഹി വഫാത്തായി. പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ് ഉമ്മു ഐമൻ വഫാത്താകുന്നത്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഉമ്മു ഐമൻ താമസിക്കുന്ന വീട്ടിലേക്ക് വിവരങ്ങൾ അന്വേഷിക്കാനും മറ്റുമായിട്ട് പോയി. ആരാ പോണത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവർ രണ്ടുപേരും ഉമ്മു ഐമനെ കാണാൻ വേണ്ടി ചെന്നിട്ട് ആ വീട്ടിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഉമ്മു ഐമനെ കണ്ട മാത്രയിൽ
ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ കരഞ്ഞുപോയി, ഉമർ ഖത്താബ് തങ്ങൾ കരഞ്ഞുപോയി, ഉമ്മു ഐമനും കരഞ്ഞുപോയി. എന്താ കാര്യം? അവര് 3 പേരും നബി മുഹമ്മദുർ റസൂലുള്ളാഹിനെ ഓർത്ത് കരഞ്ഞതാണ്. അതൊരു മഹബത്തിന്റെ കരച്ചിലാണ്, മഹബത്തിന്റെ കരച്ചിൽ. നമ്മളൊക്കെ മുത്തുനബിനെ കാണാൻ കൊതിച്ച് കരയും. അല്ലാ, മദീനത്തൊന്ന് എത്തിയെങ്കിൽ നമുക്ക് കണ്ണുനീരുണ്ട്. മദീനത്തെത്തിയാൽ മുത്തുനബിന്റെ ഹദറത്തിൽ നമുക്ക് കണ്ണുനീരുണ്ട്. അത് മഹബത്തിന്റെ കണ്ണുനീരാണ്, നരകത്തെ കാക്കുന്ന കണ്ണുനീരാണെന്ന് മുഹമ്മദ് മുസ്തഫ